ന്യൂസിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യക്കാരെന്നത് നമുക്ക് അഭിമാനമാണ്. ഈ രാജ്യത്ത് ജനിച്ചു എന്നതും നമുക്ക് അഭിമാനമാണ്. നാനത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ മഹനീയമായ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഈ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് 78ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ എഴുതി നിൽക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിച്ച നമ്മുടെ മഹത് വ്യക്തിത്വങ്ങളായ മഹത്തുക്കൾ അവർ മുമ്പേ കടന്നുപോയി. അവർ പടുത്തുയർത്തിയ ഈ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് നാനത്വത്തിൽ ഏകത്വം. ഇവിടെ പല ജാതി, പല മതങ്ങളും, പല ആദർശങ്ങളും, പല ദർശനങ്ങളും ഉണ്ടെങ്കിലും നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പാഴ്സിയും ജനനും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ രാജ്യം. അതാണ് ഗാന്ധിജിയെ പോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും പറഞ്ഞത്, ഒരു ബൊക്കയിലെ വിവിധ പുഷ്പങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിലെ വിവിധ ചെടികളെ പോലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ കരാർ ഹസ്തത്തിൽ നിന്ന് നമ്മൾ ഇന്ത്യയെ മോചിപ്പിച്ചത്. എങ്കിൽ അവനവൻ ഇഷ്ടപ്പെട്ട ഭാഷ, അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അവന് ഇഷ്ടപ്പെട്ട വസ്ത്രം, അവന് ഇഷ്ടപ്പെട്ട വിശ്വാസം കൊണ്ടു നടക്കേണ്ട സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യം നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഭാരതം. അഥവാ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മതമുള്ളവനും ഇല്ലാത്തവനും ഒരമ്മ പെറ്റ മക്കളെ പോലെ നിൽക്കുന്ന നമ്മുടെ രാജ്യം, സുന്ദരമായ നമ്മുടെ രാജ്യം. അതിന് 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ഇന്ന് സ്കൂളിൽ നടക്കുമ്പോൾ വരുന്ന തലമുറകളെ നല്ലൊരു രാജ്യത്തെ സ്നേഹിക്കുന്ന തലമുറയെ വാർത്തെടുക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. അവിടെ വർഗീയതയ്ക്ക് സ്ഥാനമില്ല. ഹിന്ദുവിന് ഹിന്ദുവായി, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി, മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാം. അവരുടെ വിശ്വാസം അനുസരിച്ച് അത് നിലനിർത്താൻ എന്ന് കഴിയട്ടെ വരുന്ന തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് എന്തായാലും ആശിക്കാം. എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് എന്തായാലും സാധിക്കണം. അതിന് നമുക്ക് എല്ലാവർക്കും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. ജയ് ഭാരത്.